പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം മനുഷ്യത്വരഹിതമായ അശാസ്ത്രീയ പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കിയ നാസികളുടെ അതിക്രൂരത കണ്ട ലോകം പതിച്ചു നൽകിയ സാമൂഹിക അംഗീകാരം ലഭിക്കുന്നതിന്റെ എത്രയോ മുമ്പ് തന്നെ ഈ അപരവൽക്കരണത്തിൽ നിന്നും ഈ അകാരണ പീഡനങ്ങളിൽ നിന്നും രക്ഷപ്രാപിക്കാനും ജൂത സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിനും നവോത്ഥാനത്തിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ മുമ്പ് തന്നെ തുടക്കം കുറിക്കപ്പെട്ടിരുന്നു. ആദ്യകാല ശ്രമങ്ങൾ മിക്കതും പരാജയപ്പെടുകയോ വിപരീത ഫലങ്ങൾ ഉളവാക്കുകയോ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഈ ശ്രേണിയിൽപ്പെട്ട ആധുനികമായ ഒരു പ്രധാന മൂവ്മെന്റ് ആയിരുന്നു മോസസ് മെൻഡൽസോണിനെ പോലുള്ളവർ നേതൃത്വം നൽകിയ ഹസ്കല. യൂറോപ്പിൽ യഹൂദർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിവേചനങ്ങളെ മറികടക്കാൻ അവരെ യൂറോപ്യൻ സംസ്കാരവുമായി സംയോജിപ്പിക്കുകയായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ യഹൂദ വിരോധം യൂറോപ്പിന്റെ അന്തരീക്ഷത്തിൽ സകല മേഖലകളെയും മലീമസപ്പെടുത്തിയതിനാൽ അവരുടെ ഈ ഉദ്യമങ്ങൾ ഒന്നും തന്നെ പ്രാവർത്തികമായില്ല. അതിന്റെ ഒരു കാരണം മതപരവും സാമൂഹികവുമായ വൈവിധ്യങ്ങൾ നിലനിർത്താൻ യഹൂദർ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ അവരെ വിശ്വാസത്തിലെടുക്കാൻ യൂറോപ്യന്മാർ തയ്യാറായില്ല. അതിനു പുറമെ വിഷം തുപ്പുന്ന ജൂതവിരുദ്ധ പ്രചാരണങ്ങൾ അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലാ മാധ്യമങ്ങൾ ഉപയോഗിച്ചും പ്രചരിപ്പിച്ചതിനാലും ദുർബലമായ ഹസ്കല പോലുള്ള പ്രസ്ഥാനം അമ്പേ പരാജയപ്പെട്ടു. ഈ പ്രസ്ഥാനത്തിന്റെ നിലപാടുകളിലെ വൈകല്യം മനസ്സിലാക്കി അത് പരിഹരിച്ചുകൊണ്ട് പിന്നീട് യഹൂദരുടെ ഭാവി ഭാഗതയം നിർണയിച്ച ഒരു കൂട്ടായ്മ 1896 ഉയർന്നു വന്നു. അതായിരുന്നു സയനിസ്റ്റ് പ്രസ്ഥാനം. നാസ്തികനായ തിയോഡോർ ഹെർസൽ എഴുതിയ ദ ജൂയിഷ് സ്റ്റേറ്റ് എന്ന ഗ്രന്ഥത്തിന്റെ ചുവട് പിടിച്ച് ഈ പ്രസ്ഥാനം വളരുകയും യഹൂദരുടെ മതപരവും സാംസ്കാരികവുമായ സവിശേഷതകളെ മാറ്റി നിർത്തി തീർത്തും വംശീയതയിൽ ഊന്നിക്കൊണ്ട് വളരെ വേഗം ശക്തി ആർജിക്കുകയും ചെയ്തു. യൂറോപ്പിൽ യഹൂദർ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴെല്ലാം അവരെ അനുഭാവപൂർവ്വം സ്വീകരിച്ചിരുന്നത് ഒട്ടോമൻ തുർക്കികളുടെ കീഴിലുള്ള ഭൂപ്രദേശങ്ങളായിരുന്നു. അതിനാൽ തദ്ദേശീയരായ മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളോടൊപ്പം ഒരു വലിയ സമൂഹം ജൂതർ അവിടങ്ങളിലെല്ലാം സമാധാനമായി വസിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നാം ലോകം മഹായുദ്ധത്തിൽ ഒട്ടോമൻ തുർക്കികൾ പരാജയപ്പെട്ടപ്പോൾ സ്ഥിതിഗതികൾ മാറിമറിഞ്ഞു. പാലസ്തീൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ബ്രിട്ടന്റെ അധീനതയിലാവുകയും മാറിയ ലോക സാഹചര്യത്തിൽ ചില ഗൂഢാലോചനകൾ പിറവികൊള്ളുകയും ചെയ്തു. യഹൂദർക്കായി ഒരു ഭൂപ്രദേശം എന്നതായിരുന്നു സയനിസത്തിന്റെ പ്രധാന ലക്ഷ്യം. ഉഗാണ്ട, സൈബീരിയ, അർജന്റീന, മഡഗാസ്കർ, ഓസ്ട്രേലിയ തുടങ്ങിയ പല പ്രദേശങ്ങളും ജൂതരാഷ്ട്ര നിർമ്മിതിയുടെ ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പും ശേഷവും ലോകരാജ്യങ്ങളുടെ ചർച്ചകളിൽ ഉൾപ്പെട്ടിരുന്നു. ഇവയിൽ പലതും ജൂത സയനിസ്റ്റുകൾക്ക് സ്വീകാര്യവുമായിരുന്നു. എന്നാൽ അമേരിക്കയിലും യൂറോപ്പിലും രൂപപ്പെട്ട ക്രിസ്ത്യൻ സയനിസവും മറ്റു ചില രാഷ്ട്രീയവും ഭൂമിശാസ്ത്രവും വംശീയവുമായ ലക്ഷ്യങ്ങളും യഹൂദ രാഷ്ട്രത്തിന്റെ സ്ഥാപനം ജൂതർക്ക് ഏറെ വൈകാരികതയുള്ള ജെറൂസലേം കേന്ദ്രമാക്കി പാലസ്തീനിൽ തന്നെ ഉണ്ടാവണമെന്ന് നിശ്ചയിക്കപ്പെട്ടു. ഇതിന്റെ പിന്നിലെ ഗൂഢാലോചനകളും ലക്ഷ്യങ്ങളും പലതായിരുന്നു. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിന് യഹൂദർ ജെറൂസലേമിൽ ഒന്നിച്ചു കൂടണമെന്ന ബൈബിൾ പ്രവചനത്തെ യാഥാർത്ഥ്യമാക്കുകയാണ് ക്രൈസ്തവ സയനിസ്റ്റുകളുടെ ലക്ഷ്യമെങ്കിൽ തകർന്ന യൂറോപ്പിനെ കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്ന ജൂത ലോബിയെ സഹായിക്കുകയും മധ്യപൗരസ്ത്യ ദേശത്ത് യഹൂദരെ നിലയുറപ്പിക്കുക വഴി യൂറോപ്പിൽ നിന്ന് യഹൂദർ എന്ന പ്രശ്നത്തെ ഒഴിവാക്കാനും അവരെ അതിന് സഹായിക്കുക വഴി ബ്രിട്ടനും യൂറോപ്പും അവിടെ സ്വാധീനമുറപ്പിക്കാനും പദ്ധതിയിട്ടിരുന്നു. സൂയസ് കനാൽ വഴിയുള്ള വ്യാപാരം നിയന്ത്രിക്കാനും ഇതുവഴി കഴിയുമെന്ന് അവർ കണക്കുകൂട്ടി. യഹൂദരെ സംബന്ധിച്ച് അവരെ അവരുടെ രാഷ്ട്രം സ്ഥാപിക്കാൻ സഹായിക്കുന്നവരെയും മുൻകൈയെടുക്കുന്നവരെയും തിരിച്ചും സഹായിക്കും എന്ന് അവർ ഉറപ്പു നൽകി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ അത് ബ്രിട്ടന് ലഭിക്കുകയും ചെയ്തു. എന്നാൽ തുർക്കികൾക്കെതിരെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ സഹായിച്ചാൽ അറബികൾക്ക് അവരുടെ ഭൂമിയിൽ രാജ്യം സ്ഥാപിക്കാൻ സഹായം നൽകുമെന്ന കരാറിന് വിപരീതമായി രഹസ്യമായി അമേരിക്കൻ ജൂത ക്രൈസ്തവ സയനിസ്റ്റ് ലോബിയുടെ സമ്മർദ്ദത്തിൽ അവർ യഹൂദർക്ക് ആ ഭൂമി നൽകാമെന്ന കരാറിലും ഏർപ്പെട്ടു. അതോടൊപ്പം തന്നെ ബ്രിട്ടനും ഫ്രാൻസും ഈ ഭൂമി പങ്കിടാമെന്ന രഹസ്യ കരാറിലും ഗൂഢലക്ഷ്യത്തിലും അവർ ഏർപ്പെടുകയും ചെയ്തു. ഇസ്ലാമിന്റെ അപ്രമാദിത്വം മധ്യപൂർവസ്ഥ പൗരസ്ത്യ ദേശങ്ങളിൽ വെല്ലുവിളിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. അങ്ങനെ ശാക്തിക ചേരികളുടെ സർവ്വ പിന്തുണയും ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന യഹൂദരുടെ സാമ്പത്തിക സ്രോതസ്സുകളും ഒരുമിച്ച് കൂട്ടി സയനിസ്റ്റുകൾ അവരുടെ അധിനിവേശ പദ്ധതികൾക്ക് നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതിന്റെ മുന്നോടിയായി ലക്ഷങ്ങളോളം തദ്ദേശ ക്രൈസ്തവ ജൂത ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ടവർ അധിവസിക്കുന്ന ഭൂമിയായിട്ടും പലസ്തീൻ ജനവാസമില്ലാത്ത പ്രദേശമാണെന്ന മരുഭൂമി സിദ്ധാന്തം വ്യാപകമായി പ്രചരിപ്പിക്കുകയും തങ്ങളുടെ കുടിയേറ്റത്തെ ന്യായീകരിക്കാൻ ഇത് മറയാക്കുകയും ചെയ്തു. ബ്രിട്ടന്റെ എല്ലാ സഹായ സഹകരണത്തോടും കൂടി കൂട്ടമായി യഹൂദർ കപ്പലുകളിൽ പാലസ്തീനിലേക്ക് പ്രവേശിച്ചു.
ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് 10% മാത്രം ഉണ്ടായിരുന്ന യഹൂദർ അങ്ങനെ എണ്ണത്തിൽ നാൾക്ക് നാൾ വർദ്ധിച്ചു. ആലിയ എന്നായിരുന്നു ഈ ആസൂത്രിത കുടിയേറ്റത്തിന് അവർ നൽകിയ പേര്. അതോടെ നൂറ്റാണ്ടുകളോളം ഇരകളാക്കപ്പെട്ടവർ സയനിസത്തിന്റെ ഉന്മാദത്തിൽ പഴയ വേട്ടക്കാരുടെ വേഷമണിയാൻ തുടങ്ങി. തുറമുഖങ്ങളിൽ കൂട്ടം കൂട്ടമായി കപ്പലുകളിൽ വന്നിറങ്ങുന്ന യഹൂദർ വ്യാപകമായി പാലസ്തീനിൽ ഭൂമി വാങ്ങിക്കൂട്ടുകയും അവ വേലി തിരിച്ച് ബന്ദവസ്ഥാക്കുകയും ചെയ്തു. തുടക്കത്തിൽ അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരുമായി നല്ല ബന്ധത്തിലാണ് അവർ മുന്നോട്ട് പോയിരുന്നത്. യുദ്ധാനന്തരം അറബികൾക്ക് അവരുടെ ഭൂമിക്ക് മുകളിലുള്ള അവകാശം നൽകാൻ വൈകിക്കുന്ന ബ്രിട്ടനെതിരെയുള്ള രോഷവും അമർഷവും ഉൾക്കൊള്ളുന്ന പാലസ്തീനിയൻ ജനതയ്ക്ക് യഹൂദരുടെ ഈ നിശബ്ദമായ കടന്നുകയറ്റത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ എന്ന ഒരു അനുഭാവവും പാലസ്തീനികൾ യഹൂദന്മാരോട് കാണിച്ചു. എന്നാൽ പതിയെ പ്രശ്നങ്ങൾ തലപൊക്കി തുടങ്ങി. കൈക്കലാക്കിയ ഭൂമിയിലൂടെ പോലും ഇടയ സമൂഹങ്ങളായ പാലസ്തീനികളെ വഴി നടക്കാൻ പോലും സമ്മതിക്കാത്ത സംഭവങ്ങൾ തുടർച്ചയായപ്പോൾ ഇരു കൂട്ടരും തമ്മിൽ സംഘർഷങ്ങൾ പതിവായി. ബാൽഫർ പ്രഖ്യാപന പ്രകാരം ബ്രിട്ടൻ യഹൂദ രാഷ്ട്ര സ്ഥാപനത്തിന് സകല ഒത്താശയും ചെയ്യുമെന്ന് ഉറപ്പായതോടുകൂടി പാലസ്തീനികൾക്കും ചുറ്റുമുള്ള മറ്റ് അറബ് സമൂഹങ്ങൾക്കും തങ്ങൾ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. ഇതെല്ലാം നേരത്തെ മനസ്സിലാക്കിയ സയനിസ്റ്റുകൾ ജൂത കുടിയേറ്റം വേഗത്തിലാക്കുകയും ആയുധങ്ങളും പ്രതിരോധത്തിന് വേണ്ട അവശ്യ വസ്തുക്കളും സമ്പത്തും കള്ളക്കടത്തുകൾ വഴി സംഭരിച്ചു കൊണ്ടേയിരുന്നു. അതിനു പുറമെ ബ്രിട്ടനെ സമ്മർദ്ദത്തിലാക്കാനും സ്വദേശികളായ പാലസ്തീനികളെ എതിരിടാനും തീവ്രവാദി സംഘങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു. പിന്നീട് IDF ലയിച്ച ഹങ്കാന, ഇർഗുൺ, ലഹി ഇവയിൽ ചിലതു മാത്രം. ഇതിന്റെ പല നേതാക്കന്മാരും പിൽക്കാലത്ത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിമാർ വരെ ആയി എന്നതും വിരോധാഭാസം. തുടരെ സ്ഫോടനങ്ങളും കൊലപാതകങ്ങളും കൊണ്ട് പാലസ്തീനിൽ തങ്ങളുടെ തേർവാഴ്ച സയനിസ്റ്റുകൾ തുടക്കം വെച്ചു. ഭയപ്പെടുത്തി പാലസ്തീനികളെ അടിച്ചോടിക്കുകയും ബ്രിട്ടന്റെ മെല്ലെപ്പോക്ക് നയത്തെ ലക്ഷ്യം വെക്കുകയും നയത്തെ ചോദ്യം ചെയ്യുകയുമായിരുന്നു ഈ ഭീകര പ്രവർത്തനങ്ങൾ കൊണ്ട് അവർ ലക്ഷ്യം വെച്ചത്. 250 ആളുകൾ കൊല്ലപ്പെട്ട ഡയർ യാസീൻ കൂട്ടക്കൊലയും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരടക്കം 91 ആളുകൾ കൊല്ലപ്പെട്ട കിങ് ഡേവിഡ് സ്ഫോടനവും ഇതിൽ പെട്ടതായിരുന്നു. പാലസ്തീനുകളുടെ ആവശ്യങ്ങൾക്ക് ഒപ്പമാണ് എന്ന് സംശയം തോന്നിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ പോലും അവർ വെറുതെ വിട്ടില്ല. ലോർഡ് മോയിൻ, UN പ്രതിനിധി ഹോൾക്ക് ബെർണാഡ് എന്നിവരെ അവർ പതിച്ചു കളഞ്ഞു. പാലസ്തീൻ അധിനിവേശ മേഖലകളിൽ അവർ നിരന്തരം അക്രമങ്ങൾ അയച്ചുവിടുകയും സ്ത്രീകളെയും കുട്ടികളെയും അടക്കം കൊന്നുകളയുകയും അവരുടെ ഭവനങ്ങളെ തകർക്കുകയും ചെയ്തു. ഗത്യന്തരമില്ലാതെ പാലസ്തീനികൾ അവരെ എതിർക്കാൻ തുടങ്ങുകയും ചെറുതും വലുതുമായ പ്രതിരോധ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. എന്നാൽ നഷ്ടങ്ങൾ എപ്പോഴും ദുർബലരായിരുന്ന പാലസ്തീനികൾക്കൊപ്പമായിരുന്നു. സയനിസ്റ്റുകൾ ഭൂമിക്ക് മുകളിലുള്ള കടന്നുകയറ്റം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. അറബ് ദേശീയതയിലൂന്നി പാലസ്തീൻ ക്രിസ്ത്യൻ മുസ്ലിം അസോസിയേഷൻ പോലുള്ള സംഘടനകൾ രൂപം കൊള്ളുകയും തങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. അരക്ഷിതരായ അവർ മൻമോഹൻ ഹുസൈൻ കരാറിന് വിപരീതമായി പാലസ്തീനിൽ യഹൂദരാഷ്ട്രം സ്ഥാപിക്കാനുള്ള വിളംബരമായ ബൽഫർ ഡിക്ലറേഷൻ പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടി തങ്ങൾ പൂർണ്ണമായി വഞ്ചിക്കപ്പെട്ടു എന്ന് ഉറപ്പിച്ചു. യഹൂദ കുടിയേറ്റം ശക്തമായി തുടരുകയും കുടിയിറക്കപ്പെടുന്ന പാലസ്തീനികളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തപ്പോൾ അവർ ആദ്യമായി ആയുധമെടുത്തു. 1936 ഈ അറബ് വിപ്ലവം സയനിസ്റ്റുകൾ തങ്ങളുടെ ഭൂവിസ്തൃതി വർദ്ധിപ്പിക്കാൻ സമർത്ഥമായി ഉപയോഗിച്ചു. ബ്രിട്ടീഷ് സഹായത്തോടെ സയനിസ്റ്റ് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ നരനായാട്ട് നടത്തിയായിരുന്നു ഈ വിപ്ലവത്തെ അടിച്ചമർത്തുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഈ യഹൂദ പീഡനങ്ങൾ കൂടി മുന്നിൽ നിർത്തി കുടിയേറ്റം നാൾക്ക് നാൾ അവർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഭൂമി നഷ്ടപ്പെടുന്ന പാലസ്തീനികളുടെ എണ്ണവും അതിന് അനുപാതമായി വർദ്ധിച്ചു. 1948 സയനിസ്റ്റ് പടിഞ്ഞാറൻ ഗൂഢാലോചനകൾക്ക് UN കാർമ്മികത്വത്തിൽ എണ്ണത്തിൽ കുറവായ യഹൂദർക്ക് 55% ഭൂമി നൽകി ഇസ്രായേൽ എന്ന രാഷ്ട്രം പാലസ്തീനികളുടെ രക്തത്തിൽ സ്ഥാപിച്ചു. പിന്നീട് കണ്ടത് സയനിസത്തിന്റെ ഭീകര രൂപമാണ്. 1948 ഈ അധിനിവേശ രാഷ്ട്ര രൂപീകരണം അംഗീകരിക്കാതിരുന്ന സമീപ അറബ് രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെതിരെ നടത്തിയ യുദ്ധത്തിന് പാലസ്തീനികളാണ് വില കൊടുക്കേണ്ടി വന്നത്. 7 ലക്ഷത്തോളം പാലസ്തീനികൾക്ക് അവരുടെ രാജ്യത്ത് നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടേണ്ടി വന്നു. പിന്നീട് നടന്ന യുദ്ധത്തിൽ 4 ലക്ഷം പാലസ്തീനികൾ നാട് കടത്തപ്പെട്ടു. അവരുടെ ഭൂമിയിൽ
അവരുടെ സമ്പത്തും എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. ഓരോ യുദ്ധങ്ങൾ കഴിയുമ്പോഴും ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ വലുപ്പം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. 6 ദിന യുദ്ധത്തിൽ സിറിയയുടെയും ലെബനാനിന്റെയും ഈജിപ്തിന്റെയും പ്രദേശങ്ങളും അവർ കീഴടക്കുകയും ലെബനാനിലെ ഷബ്ല ഷാത്തില എന്ന പ്രദേശത്ത് ലബനാൻ ക്രിസ്ത്യാനികളെ അടക്കം 3500 പേരെ അവർ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തു. കാലക്രമേണ വേട്ടക്കാരുടെ ആ മനോഭാവം പൂർണ്ണമായി പൂണ്ട സയനിസ്റ്റുകൾ അവർ രൂപം കൊടുത്ത രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദ്, ഷെൻബിറ്റ് എന്നിവ ഉപയോഗിച്ച് തങ്ങൾക്ക് ഭീഷണിയാകുന്ന ഏത് രാഷ്ട്രീയ സാമൂഹിക നേതാവിനെയും ഇല്ലാതെയാക്കാനും മടിച്ചിരുന്നില്ല. ശക്തവും മൃഗീയവുമായ മുതലാളിത്ത പശ്ചാത്തല പിന്തുണയിലും സാങ്കേതിക വിദ്യയിൽ കൈവരിച്ച നേട്ടങ്ങളുടെ പിൻബലത്തോടും കൂടി സയനിസ്റ്റുകൾ നടത്തിവരുന്ന കുട്ടികളെയും സ്ത്രീകളെയും അടക്കം നിഷ്കരണം ഇല്ലാതെയാക്കുന്ന മനോഭാവത്തിന്റെയും നിരന്തരമായ അധിനിവേശ ആക്രമണങ്ങളുടെ ഫലമായി ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമായി ചില തുരുത്തുകളിൽ നാമമാത്രമായി പാലസ്തീൻ എന്ന രാജ്യം ഒതുങ്ങിപ്പോവുകയും 20 ലക്ഷത്തോളം പാലസ്തീനികൾ അഭയാർത്ഥികളായി മാറുകയും 3 ലക്ഷത്തോളം ആളുകൾ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. അന്താരാഷ്ട്ര സമൂഹത്തിലെ യുണൈറ്റഡ് നാഷൻ പോലുള്ള സംവിധാനങ്ങളെ നോക്കുകുത്തിയായി ഒരു കാലത്ത് ഇരകളാക്കപ്പെട്ടിരുന്ന യഹൂദരെ മറവിൽ നിർത്തിക്കൊണ്ട് സയനിസ്റ്റുകൾ നരഭേദവും അധിനിവേശവും ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സകല ലോകമര്യാദകളും ലംഘിച്ചുകൊണ്ട് സകല യുദ്ധക്കുറ്റങ്ങളും അവർ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കും. ഒരിക്കൽ അവർ ആഗ്രഹിച്ച നീതിയും ന്യായവും അവർക്ക് കൈമോശം വന്ന് കഴിഞ്ഞിരിക്കുന്നു. നൂറ്റാണ്ടുകളോളം പല സമൂഹങ്ങളിലും 2ാം തരം പൗരന്മാരായി സമൂഹത്തിൽ അപരവൽക്കരിക്കപ്പെട്ട അവർ അധികാരം ലഭിച്ചപ്പോൾ അവർക്ക് കീഴിൽ ജീവിക്കുന്ന യഹൂദേതര വിഭാഗങ്ങളോടും അത് തന്നെ ചെയ്തു. വേട്ടയാടലിന്റെ ഭൂതകാലത്തിൽ നിന്നും ലഭിച്ച സഹതാപ ആനുകൂല്യങ്ങളും അധിനിവേശ രാഷ്ട്രത്തിന്റെ സുരക്ഷ എന്ന ന്യായവും മുൻനിർത്തി ഇന്നും പൈശാചിക പ്രവർത്തനങ്ങൾ തുടരുന്ന അവർ ഗ്യാസ് ചേമ്പറിൽ വെന്തുമരിച്ച കുഞ്ഞിനും ഗാസയിൽ വെന്തുമരിച്ച കുഞ്ഞിനും ഒരേ നിലവിളിയും ഒരേ മുഖവുമാണെന്ന് മറന്നുപോയിരിക്കുന്നു. ലോകം അവരെ അത് പതിയെ ഓർമ്മപ്പെടുത്താൻ തുടങ്ങിയിരിക്കും.